വയനാട് മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര രൂപ ഇപ്പോൾ കൊടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് പണം തരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകാതെ ഇരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നിരിക്കെ ഇപ്പോൾ ഒരു മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാകുന്നു എന്ന പശ്ചാത്തലം ഇവിടെ ഉണ്ട്. പണം തരാൻ ഒരുക്കമുണ്ടോ, എങ്കിൽ എത്ര തരാൻ കഴിയും, അല്ലെങ്കിൽ തരാൻ കഴിയാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയിൽ ഇതാ രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴും മുണ്ടക്കായ് ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടുന്നുണ്ട് എന്നതല്ലാതെ പണം തരുമോ തരില്ലയോ, തരാൻ കഴിയാത്തതിന് സാങ്കേതികവും നിയമപരവുമായ കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ PDNA കിട്ടാത്തത് കൊണ്ടാണോ, ആപ്ലിക്കേഷൻ ഫോർമാറ്റിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പക്ഷേ അടിയന്തര സഹായമായി ഈ പറയുന്ന SDRF-ന് പുറമെ എത്ര കൊടുക്കാൻ കഴിയുമെന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന മറുപടി എന്തായിരിക്കും? ഹൈക്കോടതി ചോദിച്ചാലേ കേരളത്തിന് പണം തരുകയുള്ളൂ എന്ന നിലപാട് കേന്ദ്രത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവാൻ പോവുകയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യം മാറുകയാണ്. ലിഡിയ ജേക്കബ് നമ്മോടൊപ്പം ചേരുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ലിഡിയ, ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചോദിച്ച കണക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പകർപ്പ് ഹൈക്കോടതിയിൽ കൊടുക്കുകയും ചെയ്തല്ലോ സംസ്ഥാന സർക്കാർ. ഇനി ഹൈക്കോടതി എന്താണ് ചെയ്യുന്നത്? നിഷാദ്, ഇതിന്റെ ഒരു കണക്കും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ പരിഗണിച്ചപ്പോൾ കണക്കിൽ വ്യക്തതയില്ല എന്നൊരു കാര്യമായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അതായത് ഒരു 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 പെരിഫറൽ കണക്ക് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സർക്കാർ. എന്നാൽ അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് കണക്ക് നൽകി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് കത്തോടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് അയച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ, അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിൽ ചെലവഴിക്കാനാകും എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര രൂപ ചെലവാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രത്തോട് കോടതി ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കേന്ദ്രം നൽകേണ്ടി വരും. എത്ര രൂപ നൽകാനാകും, അത് ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കാൻ സാധിക്കും എന്നതിൽ കേന്ദ്രം ഒരു കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ കേന്ദ്രം നൽകേണ്ടി വരും. ഇപ്പോൾ സർക്കാർ അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് നിർദ്ദേശപ്രകാരം എത്ര രൂപ SDRF ഫണ്ടിലുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ സർക്കാർ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കോടതി പറയും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിലവിൽ അടിയന്തരമായി എത്ര രൂപ കൊടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നുണ്ടോ? നിഷാദ്, അടിയന്തരമായി എത്ര രൂപ കൊടുക്കാൻ സാധിക്കും, അതിനെപ്പറ്റി ഒരു വിശദാംശങ്ങളൊക്കെ നൽകണം എന്നുള്ള രീതിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനോട് എത്ര രൂപ, അതായത് ഏറ്റവും അടിയന്തരമായി ഇതിലൊരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടിയന്തരമായി ഇതിൽ ശ്രദ്ധ ചെലുത്തി ഉടനെ എത്ര പെട്ടെന്ന് ഇതിൽ എത്രത്തോളം രൂപ നൽകാനാവും എന്നതിനെ സംബന്ധിച്ച് കേന്ദ്രത്തോട് കോടതി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഇത്തരത്തിൽ കേരളം കേന്ദ്രത്തിന് ഒരു കത്ത് നൽകിയതിനെ സംബന്ധിച്ചാണ് കോടതി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളും ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഈ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി കോടതിയിൽ വാദവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കോടതി ഇനി എന്താണ് പറയുക, എന്തൊക്കെ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി, കേന്ദ്ര സർക്കാരിനോട് ഇന്നത്തെ ദിവസം അവസാനമായി കോടതി എന്തായിരിക്കും പറയുക എന്നതറിയാൻ കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് ലിഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും